ഹായ് ഓൾ, നമുക്കൊരു എൻക്വയറി ചെയ്തു. ഇങ്ങനെയാണ് ഒരു മൊബൈൽ സ്റ്റോർ, മൊബൈലിൻ്റെ റീഫർബിഷ് ഷോപ്പാണ്. അപ്പോൾ അവർക്ക് മൊബൈൽ വരുന്നുണ്ട്. അപ്പം ആ മൊബൈലിൽ ഡാമേജ് ഉണ്ടെങ്കിൽ അവർ റിപ്പയർ ചെയ്ത് സെല് ചെയ്യാം. സോ മൊബൈലിന് ഒരു സീരിയൽ നമ്പർ ഉണ്ടായതുകൊണ്ട് ആ സീരിയൽ നമ്പറിലോട്ട് വരുന്ന കോസ്റ്റ്, ഇപ്പം അതിൻ്റെ റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ അടുത്തുള്ള സ്പെയർ പാർട്സ് കമ്പണൻ്റ് അതിൽ ആഡ് ചെയ്യും. ആ ആഡ് ചെയ്ത് വരുന്ന കോസ്റ്റ് എന്ത് ചെയ്യാം, ആഡ് ചെയ്തിട്ട് വരണം. ആ ഐറ്റം ആയിരിക്കും സെല് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ പ്രോസസ്സ് ഒരു മാനുഫാക്ചറിങ് ആണെങ്കിൽ പുതിയ ഒരു പ്രൊഡക്റ്റാണ് ഉണ്ടാക്കുക. പക്ഷേ ഒരു മൊബൈൽ റീഫർബിഷ് ആയതുകൊണ്ട് എക്സിസ്റ്റിംഗ് സീരിയൽ നമ്പർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആ സോഫ്റ്റ്വെയറിലൊന്നും അത് പോസിബിൾ അല്ല. നമുക്ക് ഇതിൽ ERP നെക്സ്റ്റ് എങ്ങനെ പോസിബിൾ ആണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ രണ്ട് ഐറ്റം ക്രിയേറ്റ് ചെയ്തിരുന്നു. ഐഫോൺ 14 ഇതുകൊണ്ട് ഐഫോൺ 14 Pro ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ടും. ഓക്കെ, അപ്പം ജസ്റ്റ് നമുക്ക് ഒരു ഫസ്റ്റ് പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ഇൻവോയ്സ് ആൻഡ് ന്യൂ പർച്ചേസ് ഇൻ നമ്മൾ ഒരു ഐഫോൺ ഇപ്പം സാംസങ് കഫേ എന്നുള്ള കമ്പനി ഒന്ന് വാങ്ങിക്കുന്ന രീതിയിൽ ചെയ്യാം. അപ്പം ഐഫോൺ 14 Pro ആണ്. ഓക്കെ, അതിൻ്റെ റേറ്റ് 1 lakh ആയിട്ട് കൺസിഡർ ചെയ്യാം. ഒരു പീസാണ് അങ്ങനെ. ഓക്കെ, അപ്ഡേറ്റ് സ്റ്റോക്ക് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ സീരിയൽ നമ്പർ എനേബിൾഡ് ആയതുകൊണ്ട് സീരിയൽ നമ്പർ ആഡ് ചെയ്യണം. ഓക്കെ, സീരിയൽ നമ്പർ AQ001. ഓക്കെ, ഇത് നമ്മൾ സീരിയൽ നമ്പർ ഒരു ക്വാണ്ടിറ്റി സീരിയൽ നമ്പർ കൊടുത്തു. നെക്സ്റ്റ് സെയിം സപ്ലൈഡ് തന്നെ നമുക്ക് ഒരു ഐഫോൺ 14 Pro ഡിസ്പ്ലേ ഒന്ന് വാങ്ങണം. ഓക്കെ, അപ്പം നമുക്ക് ഏകദേശം ഒരു 12,000 ആണ് പ്രൈസ് കൊടുക്കുക ഡിസ്പ്ലേക്ക്. ഓക്കെ, സോ അതും നമ്മൾ രണ്ടും ആഡ് ചെയ്തു. ഓക്കെ, നമുക്കൊന്ന് ബൈ ചെയ്യാം. സോ ആ ഐറ്റം ബൈ ചെയ്തിട്ട് നമുക്കൊന്ന് സ്റ്റോക്ക് ലെഡ്ജർ റിപ്പോർട്ട് ഒന്ന് നോക്കുമ്പം നമുക്ക് ടുഡേ റിപ്പോർട്ട് എടുക്കാം. ഓക്കെ, ടുഡേ റിപ്പോർട്ടിൽ ഐഫോൺ 14 Pro ഡിസ്പ്ലേ ഇത് രണ്ടും എടുക്കുകയാണെങ്കിൽ നമുക്ക് 1 lakh rupees. 14 Proൻ്റെ കോസ്റ്റ് 1 lakh rupees, അതിൻ്റെ ഡിസ്പ്ലേൻ്റെ കോസ്റ്റ് 12,000. ഇപ്പോൾ കറൻ്റ് അവൈലബിൾ ആണ്. ഏത് പർച്ചേസിനാണ് വന്ന ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, ഇനി ഈ പർച്ചേസിൽ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ഈ ഒരു 14 Pro ഡിസ്പ്ലേ നമ്മൾ ഈ 14 Proക്ക് യൂസ് ചെയ്യുമ്പം കോസ്റ്റ് 1,12,000 ആയി മാറുന്നു. ഓക്കെ, സോ ഇപ്പം കറൻ്റ് ഇതിൽ 2 ആക്ടിവിറ്റി ആയിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റോക്ക് എൻട്രി. ഓക്കെ, നമുക്ക് ഐഫോൺ ഡിസ്പ്ലേ സ്റ്റോക്ക് എൻട്രി ചെയ്യണം ഒരു കൺസ്യൂമറിലേക്ക്. സോ നമുക്ക് മെറ്റീരിയൽ ഇഷ്യൂ കൊടുത്തിട്ട് നമ്മൾ സോഴ്സ് വെയർ ഹൗസ്, ഞാൻ ഫിനിഷ് വെയർ ഹൗസിലാണ് സാധനം ഇരിക്കുന്നത്. ഐറ്റം 14 Pro ഡിസ്പ്ലേ ആണ്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് 12,000 ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി അത് ഏത് അക്കൗണ്ടിലോട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ്. നമുക്കിവിടെ ഒരു കൺസ്യൂമർ ഫോർ റിപ്പയർ എന്നുള്ള ഒരു അക്കൗണ്ടിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ കോസ്റ്റ് എന്ത് ചെയ്യാം, അലോക്കേറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു. സോ ഓക്കെ, ക്വാണ്ടിറ്റി 1 വി ഹാവ് ടു ചൂസ് ദ ക്വാണ്ടിറ്റി. സബ്മിറ്റ് ചെയ്യുന്നു. അപ്പം അതിൻ്റെ കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ഒരു സ്റ്റോക്ക് ലെഡ്ജറിലോട്ട് അലോക്കേറ്റ് ചെയ്തു. നെക്സ്റ്റ് നമുക്കിതിനെ ഇതിൻ്റെ കോസ്റ്റിലോട്ട്, ഫോണിൻ്റെ കോസ്റ്റിലോട്ട് അലോക്കേറ്റ് ചെയ്യണം. ഓക്കെ, സ്റ്റോക്ക് റീകൺസിലേഷൻ ചെയ്താൽ മതി. സ്റ്റോക്ക് റീകൺസിലേഷൻ ലിസ്റ്റ് നമ്മൾ പർപ്പസ് സ്റ്റോക്ക് റീകൺസിലേഷൻ. ഓക്കെ, വെയർ ഹൗസ് ഉള്ളത് 2 പ്രൊഡക്റ്റും ഫിനിഷ്ഡ് ഗുഡ്സിലാണ്. സോ ഐറ്റം ഐഫോൺ 14 Proയിലോട്ടാണ് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 1,12,000 ആണ് വരിക. അപ്പോൾ നമ്മൾ ആ പുതിയ കോസ്റ്റ് കൊടുക്കുക. ആ ഡിഫറൻസ് എമൗണ്ട് എവിടെ നിന്നാണ് എടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ മാനേജ് ചെയ്യേണ്ടത്. ഓക്കെ, ഡിഫറൻസ് എമൗണ്ട് ഇപ്പം സെയിം സീരിയൽ നമ്പറാണ്. ഓക്കെ, സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് മാറ്റിയിട്ട് നമ്മൾ സ്റ്റോക്ക് റിപ്പയർഡ് കൺസ്യൂംഷന് കൊടുക്കുക. എന്നിട്ട് പുതിയ കോസ്റ്റ് കൊടുത്തതിന് ശേഷം ഓക്കെ, നമ്മളിതിൻ്റെ സീരിയൽ നമ്പർ ഒന്ന് അഷ്യൂർ ചെയ്യണം. സീരിയൽ നമ്പർ കറക്റ്റാണ്. എന്ത് ചെയ്യുന്നു, സ്റ്റോക്ക് ഇഷ്യൂ ചെയ്യുന്നു. ഓക്കെ, നമ്മളിതിന് സ്റ്റോക്ക് ലെഡ്ജർ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ലെഡ്ജർ റിപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ ഒന്ന് റീഫ്രഷ് ചെയ്തെടുക്കാം.
ഓക്കെ, സ്റ്റോക്ക് ലെഡ്ജറിൽ ടുഡേ ഐറ്റം 14 പ്രോ ഡിസ്പ്ലേയും ഓക്കെ എടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും രണ്ട് ഐറ്റം കൺസ്യൂമഡ് ആയിട്ട് പോലെ കാണിക്കുന്നുണ്ട്. ഐഫോൺ 14 പ്രോ അതിൻ്റെ കോസ്റ്റ് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഐഫോൺ 14 പ്രോൻ്റെ പ്രൈസ് 1,12,000 ആണ്. ഓക്കെ, 1,12,000. അപ്പം നമുക്ക് ആ ഒരു 14 പ്രോ ഡിസ്പ്ലേൻ്റെ 12,000 കോസ്റ്റ് 0 ആയിട്ട് ഇതിലോട്ട് ഐഫോൺ 14 പ്രോയിലോട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, സെയിം സീരിയൽ നമ്പറിൻ്റെ കോസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പ്രൊഡക്ഷൻ നമുക്ക് ഈ ഒരു റീഫർബിഷൻ ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുക. പക്ഷേ നിങ്ങൾക്ക് ഈ ആക്ടിവിറ്റി സിംഗിൾ എൻട്രിൽ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ജോബ് കാർഡ് പോലെയൊക്കെ ഒരു ഐഫോൺ ചൂസ് ചെയ്യുന്നു, അതിലേതൊക്കെ മെറ്റീരിയൽ യൂസ് ചെയ്തു എന്ന് സെലക്ട് ചെയ്യണമെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഈ 2 ഓപ്പറേഷൻസും ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സിംഗിൾ എൻട്രിയിൽ ഓരോ ഐഫോൺ ചൂസ് ചെയ്യുന്നതിൻ്റെ റിപ്പയറിൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ലേബർ കോസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നതിന് ആഡ് ചെയ്തിട്ട് നമ്മളതിനെ ആ കോസ്റ്റിലോട്ട് അലോക്കേറ്റ് സിംഗിൾ എൻട്രിയിൽ ഇപ്പോൾ 2 ആക്ടിവിറ്റി ആയിട്ട് ചെയ്ത് ഇത് സിംഗിൾ എൻട്രിയിൽ ചെയ്യണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഓട്ടോമേറ്റ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് റിപ്പോർട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ സീരിയൽ നമ്പർ മാറാതെ തന്നെ ആ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റിലോട്ട് ഇപ്പം ഒരു 100 രൂപയ്ക്ക് ഇപ്പോൾ 10,000 ആണ് ഫോം വാങ്ങിയത്, ഒരു 12,000 3,000 ഒക്കെ റിപ്പയർ വന്നു, 13,000 കോസ്റ്റാണ്. അപ്പോൾ 20,000 വെക്കുമ്പോൾ 8,000 പ്രോഫിറ്റ് എന്നുള്ള കറക്റ്റ് P&L ഡീപ്പായിട്ട് നമുക്ക് ഇതിൽ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഇപ്പോൾ പറഞ്ഞ പോലെ ഓട്ടോമേറ്റ് ചെയ്ത് സിംഗിൾ ഫോം എൻട്രിയിലോട്ട് മാറ്റാൻ പറ്റും. ഓക്കെ, ഈസി ആയിട്ട് നിങ്ങൾ ഓപ്പറേഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ റിപ്പയർ ചെയ്യുന്ന ആൾക്ക് ഒരു സ്ക്രീൻ തന്നെ ജസ്റ്റ് ആഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് പ്രൊഡക്റ്റൊക്കെ സ്കാൻ ചെയ്തിട്ടൊക്കെ ആഡ് ചെയ്തിട്ട് ഈസി ആയിട്ട് ആ കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ.